നന്മകൾ നിറഞ്ഞ പുതുകാലത്തിനായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയുമാണ് ഓരോ വിഷുവും. ഇന്ന് പ്രത്യേകിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കായിരിക്കും. പ്രത്യേകിച്ച് കൃഷ്ണക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒക്കെ വലിയ തിരക്കായിരിക്കും. ഗുരുവായൂർ അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ്. ഗുരുവായൂരിൽ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് MS ലിഷോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, വലിയ ഭക്തജന തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് കണ്ണനെ ഒരു നോക്ക് കാണാനായി ഒരുപാട് പേര് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് അവിടെ? പറഞ്ഞോളൂ. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ വിഷു ദിവസം ഗുരുവായൂരിലെത്തി കണ്ണനെ കണി കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പുണ്യമായി കണക്കാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഭക്തർ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ. സാധാരണഗതിയിൽ വിഷു ദിവസങ്ങളിൽ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടാറുള്ളത്. രാവിലെ പുലർച്ചെ 2:42 മുതലാണ് ഈ വിഷു കണി ദർശനം ആരംഭിച്ചത്. 2:42 മുതൽ 3:42 വരെയാണ് ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നത്. പിന്നീട് 3:42 മുതൽ നിർമ്മാല്യ ദർശനം, തുടർന്ന് പതിവ് പൂജകൾ എല്ലാം തന്നെ ആരംഭിക്കുകയും ചെയ്തു. നിരവധി ഭക്തരാണ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അത്രത്തോളം തിരക്ക് ഇന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കണ്ണനെ തങ്ങളുടെ വകയായുള്ള സമ്മാനങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷു ദിവസം സാധാരണഗതിയിൽ വലിയ തിരക്കുണ്ടാകാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് ആളുകളും എത്താറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ തലേദിവസം, അതായത് ഇന്നലെയാണ് ഗുരുവായൂരപ്പന് 20 പവനിലേറെ തൂക്കം വരുന്ന സ്വർണ്ണ കിരീടം സമ്മാനമായി ലഭിച്ചത്. അതിനോടൊപ്പം തന്നെ നിരവധി സമ്മാനങ്ങളും ഈ ഒരു വിഷു ദിവസം ഈ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും തിരക്ക് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകളോളം വരി നിന്ന ശേഷമാണ് അകത്തേക്ക് കടക്കാനായി പറ്റുന്നത്. ദർശനത്തിനും മറ്റുമായി കടക്കാനായും പലർക്കുമെല്ലാം തന്നെ പറ്റുന്നത്. കാരണം ഇന്ന് പുലർച്ചെയും ഇന്നലെയും എല്ലാം തന്നെ ഇവിടെ എത്തി വരി നിന്ന ആളുകളെല്ലാം തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അവരെ എല്ലാം തന്നെ ഇപ്പോഴും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഇടവിട്ട സമയങ്ങളിൽ ഓരോരുത്തർക്കും കൃത്യമായി അകത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും അങ്ങനെയെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ തൃശ്ശൂർ ഗുരുവായൂരിൽ ഇന്ന് വിഷു ദിവസം വളരെ വലിയ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ദർശനം കഴിഞ്ഞോ? ദർശനം കിട്ടിയിട്ടില്ല. എല്ലാ വർഷം വരാറുണ്ടോ? എല്ലാ വർഷം വരാറുണ്ട്. ഇവിടെ തന്നെയാണോ? ഗുരുവായൂരിനെയാണോ? ഗുരുവായൂരിലല്ല, ഞാൻ എൻ്റെ വീട് ചേർത്തല എരമല്ലൂർ. ഫാമിലി ആയിട്ട് വന്നതാണ്? ഫാമിലി ഇല്ല, ഒറ്റയ്ക്കേ വന്നോളൂ. ഞാനല്ല, പുതിയ വിഷയം. ശരി. എന്തായാലും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പലർക്കും ദർശനം കിട്ടിയിട്ടില്ല, കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തായാലും ഗുരുവായൂരിൽ വിഷുക്കണി ദർശനം പൂർത്തിയായി. ഇനിയിപ്പോൾ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ആളുകൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ലിഷോയ്, ഇവർക്കൊക്കെ ഈ ദർശനം സാധ്യമാകുമോ? ഇത് എത്ര മണിവരെയാണ് ഈ ദർശനത്തിനുള്ള സൗകര്യമുള്ളത്? ക്ഷേത്ര ദർശനം പുലർച്ചെ മുതൽ ആരംഭിച്ചു. ഇനിയിപ്പോൾ നടയടയ്ക്കുന്നത് വരെ ദർശനമുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് നടയടച്ച ശേഷം വീണ്ടും തുറക്കുമ്പോഴെല്ലാം തന്നെ ഈ ദർശനം, അതായത് ഇവിടെ ഈ പരമാവധി ആളുകളെ ഇന്ന് പ്രവേശിപ്പിച്ച് അവർക്കെല്ലാം തന്നെ ദർശനം നൽകുക എന്നുള്ളത്. ലിഷോയ്, അവിടെ ഒരുപാട് പേര് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടല്ലോ ലിഷോയ്, നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് തേടാൻ കഴിയുമോ? ഇല്ല, ക്യൂവിനകത്ത് നിൽക്കുന്നവരുടെ പ്രതികരണം തേടാൻ സാധ്യമല്ല. കാരണം അവിടെ ബാരിക്കേഡ് എല്ലാം കെട്ടി അങ്ങനെയാണ് നിൽക്കുന്നത്. എന്തായാലും മറ്റ് ദർശനം കഴിഞ്ഞിറങ്ങിയവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് വേണേ. ചേട്ടാ, വിഷുവാണ്, എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ദർശനം കഴിഞ്ഞോ? ദർശനം കഴിഞ്ഞു. ഗുരുവായൂർ ഇത്രയും ഒരു തിരക്ക് ഇതേ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകാൻ തന്നെ കണ്ണനെ കാണാൻ അത്രയധികം ആൾക്കാർ വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. ഞങ്ങൾ സുഹൃത്താണ്, കോഴിക്കോട് നിന്നാണ് വരുന്നത്. എല്ലാ വർഷം വരാറുണ്ടോ? വിഷുക്കണി കണി ദർശനത്തിന് കയറാൻ പറ്റുമോ? 2:45 കുടുംബം കയറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല.
ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് ചേട്ടാ. ഇവിടെ നിന്നാ വരുന്നത്? ഇവിടെ തന്നെയാണ് ഗുരുവായൂരിൽ? അല്ല, ഞാൻ ഗുരുവായൂർക്ക് വന്നതാണ്, പാലക്കാട് നിന്ന് വരുന്നത്. പാലക്കാട്. എല്ലാ വർഷവും വരാറുണ്ടോ അതോ? ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്, വിഷുവിന് ആദ്യമായിട്ട് വരുന്നത്. ദർശനം കിട്ടിയോ? ഇനിയിപ്പോ കേറുന്നുണ്ടോ? നോക്കി നിൽക്കാണ്. നല്ല തിരക്കാണല്ലോ. നല്ല തിരക്കാണ്. തീർച്ചയായും ഇതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ലിഷോയ്, വളരെ വലിയ തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ. ഒരുപാട് പേര് ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. പലർക്കും ദർശനം സാധിച്ചില്ല എന്ന പരിഭവവും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ് മലയാളികൾ എല്ലാവരും. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്.